സൂറത്തുൽ കഹ്ഫുടെ ಆಯತ್ತಾಯಿಟ್ಟಿக்கிறದಂಗ ಬಯಚಂಡುಳ್ಳದು. ಅಲ್ಲಾಹು சொன்ன ஷைத்தான் நீங்களே சத்ருவாயிட்டிக்கிறா. இன்ன ஷைத்வான லக்கும் அதுவன் ஃபத்தஹிதுஹு அதுவா. ஷைத்தான் എപ്പോഴും നിങ്ങളെ എനിമി ആയിട്ടിக்கிறா, ശത്രുവായിട്ടിக்கிறா. ആ കാരണത്തിൽ ഷൈത്താൻ എപ്പോഴും നിങ്ങൾ ശത്രുവായിട്ട് നിങ്ങൾ കാണണോ. അതുകൊണ്ട് നിങ്ങൾ മിത്രമാക്കണം ಗೊತ್ತೀರಾ, ചങ്ങായിമാരാക്കണം ಗೊತ್ತೀರಾ. അവൻ ചൊന്ന പോലെ നിങ്ങൾ കേൾക്കോത്തീരാ ചെന്നിട്ടു പടച്ചുറപ്പ് ഞങ്ങളിട്ടിയ ഖുർആനിൽ പഠിപ്പാട്ടിയ ഷൈത്താന് അവനുക്കുള്ള സ്ഥാനം എന്തിരേ ചെന്നിട്ടു കഴിഞ്ഞ ക്ലാസ്സിലാണ് ചൊന്ന. അവನು ഇത്രയും വലിയ സ്ഥാനത്തെ അവൻ്റെ അല്ലാഹു തആല പുറത്താക്കണമെങ്കിൽ കാരണം അവൻ്റെ കിബറായിട്ടിക്കർ വിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാമുക്ക് സുജൂദിനൊക്കെ ചെന്നപ്പ അവൻ്റെ കിബർ എന്തായില്ല, അവൻ്റെ നെത്തിക്ക് വയ്ക്കൊനക്ക് സമ്മതിച്ചില്ല. ആ കാരണത്തിൽ ശൈത്താന് ഇണ്ടും മനുഷ്യന്മാരെ അണ്ട് അല്ലാഹു തആല ശൈത്താന്റെ അവന്റെ റഹ്മത്തിനെ തൊട്ട് പുറത്താക്കിയതുപോലെ ഇണ്ടും ആൽമാരെ അണ്ടവനും റബ്ബറിട്ട് ചാലഞ്ച് വെച്ച പോലെ ഇണ്ടും അവന് ആൽമാരെ തെരുതപ്പാട്ടിയുള്ള. അങ്ങനെ ഈ ശൈത്താന് ചൊമ്മ ഞങ്ങളെ വിശ്വാസാക്കി നോക്കിക്കൊണ്ടുള്ള ഷെയ്ത്താന്റെ ഏറ്റവും വലിയ സ്വഭാവമായിട്ടിക്കര് റെസ്പെക്ട് ചൊല്ലത് ഷെയ്ത്താനില്ല. അത് മനുഷ്യരിട്ടിಗೆ ഇല്ലാണ്ടായി പോണ കുത്തിരാ ചൊന്നിട്ടായിട്ടിക്കര് ബല്യങ്ങൾക്ക് എപ്പോഴും റെസ്പെക്ട് കൊടുക്കണതായിട്ടിക്കര്. അല്ലണ്ടായെങ്കിൽ ആ സ്ഥാനമില്ലോണ്ട് സ്ഥാനം വെച്ച് കൊടുക്കണോ ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ പഠിപ്പാടി കൊടുത്തു തന്നര്. ഇത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസുണ്ട്, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമ ദിശൈബത്തിൽ മുസ്ലിം. ഒരു അള്ളാഹുടെ ബഹുമാനിച്ച ഒരു സ്ഥാനത്തിൽപ്പെട്ടതായിട്ടിക്കര്, അള്ളാഹുടെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതായിട്ടിക്കര് എന്തിനെ ചൊല്ലുണ്ടായെങ്കിൽ ഒരു മുസ്ലിമായ വയസ്സായ ആൾമാരെ ബഹുമാനിക്കുന്നതും അത് അള്ളാഹുടെ ബഹുമാനിക്കരെ ആ ഒരു സ്ഥാന ചൊന്നിട്ടായിട്ടിക്കര് നബി തങ്ങൾ ചൊല്ലി. ഒരു വയസ്സായ ഒരാൾ വന്ന് അയാൾക്ക് ദൈക്കൊനക്ക് സീറ്റില്ലാണ്ടായെങ്കിൽ ആ സീറ്റ് അയാൾക്ക് വിട്ടുകൊടുക്കരെ, അയാൾക്ക് റെസ്പെക്ട് ആക്കരുത്. അത് പടച്ചുറപ്പടെ ബഹുമാനിച്ച പോലെ ചൊന്നിട്ടായിട്ടിക്കര് അള്ളാഹുടെ റസൂൽ ഞങ്ങൾ പഠിപ്പാട്ടര്. അല്ലണ്ടായെങ്കിൽ ഒരു ബസ്സിൽ പോകേണ്ട സന്ദർഭത്തിൽ ആ ബസ്സിൽ സീറ്റില്ലാണ്ടാകുമ്പോഴത്തേക്കു വയസ്സായ അല്ല ദീപാട്ടറോ അങ്ങനെ വയസ്സായ ആൾമാർക്ക് റെസ്പെക്ട് കൊടുക്കരുത്. അത് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളിട്ട് പഠിപ്പാട്ടിത്ത് നബി തങ്ങൾ ചൊല്ലുത്തു. അത് അള്ളാഹുടെ ബഹുമാനിച്ച പോലെ ചൊന്നിട്ടായിട്ടിക്കര് ചൊന്നെ. എന്നിട്ട് ഞങ്ങളിട്ട് ഖുർആൻ ചൊല്ലേ ഷെയ്ത്താന്മാരെയും ഷെയ്ത്താന്മാരെ സന്താനത്തെയും നിങ്ങൾ എന്താക്കണ്ട, നിങ്ങളെ മിത്രമാക്കണ്ട ചൊന്നിട്ടായിട്ടിക്കര് പഠിപ്പാട്ടിയും. എപ്പോഴും ഷെയ്ത്താൻ ഞങ്ങളെ എത്ര ബെടക്ക് കൊണപ്പോണുക അവിടെ അത്രയും അവನು ശ്രമിക്കുക. എത്രത്തോളം ഞങ്ങ അവനക്ക് സിലിണ്ടർ ആവിടാമ അത്രയും ഞങ്ങൾ അവൻ ബഗ്പാട്ട ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ പഠിപ്പാട്ടര്. മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങ ഒർക്ക ഒരു മരുഭൂമിയിലിരിക്കുന്ന സന്ദർഭത്തിൽ ഭയങ്കരമായിട്ട് മേൽ താകായിട്ടുള്ളൂ, ഭയങ്കരമായിട്ട് മേൽ താകായിട്ടുള്ളൂ. താകത്തിൽ ചൊല്ലുണ്ടായെങ്കിൽ അല്ലണ്ടായെങ്കിൽ ആ പൈച്ചുകൊണ്ടുണ്ടു നല്ല പൈക്കിരയൽക്ക് ഒരു മനുഷ്യക്ക് പൈക്കും പൊത്തുകു എന്തും കിട്ടില്ലണ്ടായെങ്കിൽ നായുടെ ഇറച്ചി കിട്ടിയിട്ടുണ്ടെങ്കിലും തിന്നാ ചൊന്നിട്ടായിട്ട് ഇസ്ലാം പഠിപ്പാട്ടര്. അവന് എണ്ണ തിന്നില്ലണ്ടായെങ്കിൽ അവൻ മരിക്കണം. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവന് കിട്ടുന്നതിന് നായുടെ ഇറച്ചായിട്ടിക്കര് എന്നെങ്കിൽ അവൻ തിന്നാ ചൊന്നിട്ടായിട്ട് ഇസ്ലാം ചൊല്ലു. അപ്പൊ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങ ഒരു മരുഭൂമിയിലെ കിടന്നോട്ടുണ്ട്, പൈച്ചിട്ട് താകായിട്ട് ഇങ്ങനെ കിടന്നോട്ടുണ്ട്. അത് ചൊല്ലു, ഞാനിങ്ങനെ കിടന്നോണ്ടിരിക്കുമ്പോഴത്തേക്കു നക്കെന്തായിട്ട് നല്ല ഉറക്ക് പിടിച്ചിട്ട് അങ്ങനെ ഉറക്ക് പിടിച്ചിട്ടാകുമ്പോഴത്തുക ഒരാളിങ്ങനെ വിളിക്കരുത് കേക്കട്, യാ അബ്ദുൽ ഖാദിർ. ഒരാളിങ്ങനെ വിളിക്കരേ, യാ അബ്ദുൽ ഖാദിർ വഖദ് ഹലൽതു ലക്കൽ മുഹറമാത്. അബ്ദുൽ ഖാദിറെ, ഹറാമായ എല്ലാ കാര്യവും നിങ്ങൾക്ക് നിങ്ങൾ ഹലാലാക്കി തന്നാ ചെന്നിട്ടു ഒരാളിങ്ങനെ വിളിച്ചോണ്ടുണ്ട്. എന്തിനെ കൊന്തായില്ല എന്തിനുണ്ട് അബ്ദുൽ ഖാദിർ ഹറാമായ കാര്യത്തിന് നിങ്ങൾക്ക് നിങ്ങൾ ഹലാലാക്കി തന്നാ ചെന്നിട്ട് ഒരാൾ വിളിച്ചോണ്ടുണ്ട്. അങ്ങനെ മുഹിയുദ്ദീൻ ഷേഖ് തന്നെ കണ്ണ് തുറന്നു നോക്കിട്ട് നോക്കുമ്പോത്തുക അപ്പായിട്ടിക്കർ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങനെ മുന്നിലുള്ളേ ബംഗാരയും വെള്ളിയുടെയും പ്ലേറ്റിലും അതേപോലെ ഗ്ലാസ്സിലുമായിട്ട് ഫുഡും തന്നിയും കൊമ്പന്നിട്ട് ഒരാളിങ്ങനെ പിടിച്ചോണ്ടുണ്ട്.
എന്നിട്ടായിട്ടിക്കരായി ചൊല്ല് ഇത് നിങ്ങൾക്ക് ഹറാമായ കാര്യ ഹലാലാക്കി തന്നെ ചൊന്നിട്ടായിട്ട് ഇങ്ങനെ ചൊന്നിട്ടുണ്ടായത്. അപ്പൊ മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങൾ എന്താക്കി തോന്നുന്നുണ്ട്, ഔദു ബില്ലാഹി മിൻ ശൈത്വാനിർ റജീം ചൊന്നിട്ടു ഇഖ്സാ യാ ലഈൻ. മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങൾ എന്തിനു ചൊന്നു? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊന്നു ഇഖ്സാ യാ ലഈൻ. അല്ലാഹുവിന്റെ ശപിക്കപ്പെട്ട ആളെ ഉട പോലാണ് ചൊന്നു. ഉടനെ പോണ്ടേയില്ല ചൊന്ന് കേട്ടു. അങ്ങനെ തെല്ല് പാർക്കുമ്പോൾ ഈ ബെൽച്ച് നാ കണ്ട ആ ബെൽച്ച് അതില് ആ ബ്രൈറ്റേ ഇല്ലാണ്ടായി പോയിട്ട്, ബെൽച്ചമേ ഇല്ലാണ്ടായി പോയിട്ട് നോക്കുമ്പോൾ ആ ബെൽച്ചല് നാനൊരു രൂപം നാണ് കണ്ടിട്ടിന്നെ നോക്കുമ്പോൾ അതലൊക്കെ പുക പോലെ ആയി പോയിട്ട്. എന്നിട്ട് ഒരു സൗണ്ട് നക്ക് കേക്കട് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ യാ അബ്ദുൽ ഖാദിർ നജൗത മിന്നി, അബ്ദുൽ ഖാദിറെ നിങ്ങൾ രക്ഷപ്പെട്ടാറ്, നിങ്ങൾ രക്ഷപ്പെട്ടാറ്. കാരണം എന്താ ചൊല്ലുന്നെങ്കിൽ നിങ്ങൾ ഇൽമുടെ കാരണത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടാറ്. നിങ്ങളെ പോലത്തെ അള്ളാഹു ഇബാദത്ത് എടുക്കരെ 69 ആൾമാരെ സോപ്പാട്ടിട്ടായിട്ടിരിക്കുന്ന നിങ്ങളെ 70ാമത്തെ ആള് നിങ്ങളെ സോപ്പാട്ടിന് വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളെ പോലെ അള്ളാഹു ഇബാദത്തോണ്ടിന്റെ 69 ആൾമാരെ സോപ്പാട്ടിട്ട് 70ാമത്തെ ആളായിട്ടിക്കര് നിങ്ങളെട്ടിക്കുന്നതാണ് വന്നത്. ആയെങ്കില നിങ്ങൾ നക്ക് സോപ്പാട്ടൻ കായില്ല ചെന്നിട്ടായിട്ടിക്കര് ഷെയ്ത്താന് ആ ഷെയ്ത്താനായിട്ടിക്കര് അബ്ദുൽ ഖാദിർ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളിട്ട് ഇങ്ങനെ ചൊന്നിട്ടാകുമ്പോ മൊഹീദ്ദീൻ ഷേഖ് തങ്ങൾ ഈ വിഷയ തന്റെ ശിഷ്യന്മാരുടെ ചൊന്നു, തന്റെ ശിഷ്യന്മാരുടെ ചൊന്നു. മൊഹീദ്ദീൻ ഷേഖ് തങ്ങൾ ചൊന്നു ആ ടൈമിൽ നക്ക് ഹറാമായ കാര്യം നക്ക് ഉണ്ടാക്കാത്തത് ഹലാൽ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിലായിട്ടിരിക്കുന്നതാണ് ഇന്ന്. എന്തേ ചൊന്നുണ്ടെങ്കിൽ നക്ക് ചത്തത് പോലും തിന്നടെ ഒരു അവസ്ഥ കായിട്ടിരിക്കുന്നതാണ് ഇന്ന്. ആ സന്ദർഭത്തിൽ പോലും നാണ് എന്താക്കില്ല, അതിനാണ് എടുത്തില്ല. അപ്പ ശിഷ്യന്മാർ കേട്ടാറ്, അല്ല ഉസ്താദെ നീങ്ങത് ശൈത്താന് ചെന്നിട്ടാണ് കൊന്തായ. ആ ചൊല്ലുടെ ആള് ശൈത്താന് ചെന്ന് നീങ്ങനെ കൊന്തായി ചെന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അപ്പ മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ചൊന്നു വഖദ ഹലൽതു ലക്കൽ മുഹറമാത്. അവൻ പിടിച്ച് സൗണ്ട് എന്തിരെ പളക്കെന്തിരെ ഹറാമായ കാര്യം നിങ്ങൾ എന്താണ് ഹലാലാക്കി തന്നെ ചൊന്നിട്ടല്ലേ അവൻ ചൊന്നേ. അപ്പൊ ഹറാമായ കാര്യം ഹലാലാക്കി തന്നെ നക്ക യഥാർത്ഥത്തിൽ അത് ഹലാലാക്കി കൊടുക്കണ ആർക്ക്? നബി തങ്ങൾക്കല്ലേ. നബി തങ്ങൾക്കല്ലേ ഹറാമായ ഒരു കാര്യത്തെ ഹലാലാക്കി കൊടുക്കണായത്. ആ നബി തങ്ങളെ ഞങ്ങൾ ചൊല്ലണായത്. ഡയറക്റ്റ് വന്നിട്ട് നന്നിട്ടിക്ക് നിങ്ങൾക്ക് എന്താണ് ഹറാമായ കാര്യം ഹലാലാക്കി തന്നെ ചൊന്നുണ്ടെങ്കിൽ അത് പടച്ചറപ്പായിട്ടിരിക്കുന്ന സാധ്യതയില്ല, അത് പച്ച ശൈത്താനായിട്ടിരിക്കുന്ന സാധ്യതയായി ചൊന്നിട്ടായിട്ടിക്കര് മഹാനായ മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ചൊന്നു. അങ്ങനെ എത്രയോ മഹാന്മാരെ പോലും ഈ ശൈത്താന് ദീന്റെ തൊട്ടിട്ടു തപ്പാട്ടെടുക്ക് നോക്കിയിട്ടുള്ള ഞങ്ങളെ എന്ത് കണക്കായിട്ടിരിക്കണോ, ഞങ്ങളൊരു കണക്കേ അല്ല, ഞങ്ങളെ ചെണ്ട് പോലെ ആയിട്ടിക്കര് ശൈത്താൻ ഞങ്ങളാക്കിയിട്ടുണ്ട്. എങ്ങനെ ഏ സൈഡ് ಬಗ್ಗೆ ഉണ്ടായെന്ന് ഞങ്ങൾ ബഗ്ഗിയിട്ടുള്ള എന്തേ കാരണം എന്തേ ശൈത്താൻ ചെന്നർ ഒരു കൂട്ട ആൾമാർ നിന്റെ കയ്യില് മക്കളെ കയ്യിലുള്ള ചെണ്ട് പോലെ അങ്ങക്കുവാറ് ചെന്നിട്ടായിട്ടിക്കര്. മക്കളെ കയ്യിൽ ബോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ കടറ് അതിൽ ചിലപ്പോൾ കടിക്കുവാറ്, ചിലപ്പോൾ അതിന് മേൽ ദയിക്കുവാറ്, ചിലപ്പോൾ കാലിൽ ചവിട്ടുവാറ്, ചിലപ്പോൾ കയ്യിലിങ്ങനെ അപ്പുറവിലാക്കുവാറ്. ഇതുപോലെ ആയിട്ടിക്കര് ഞങ്ങളെ അവസ്ഥ ചെന്നിട്ടായിട്ടിക്കര് ഷെയ്ത്താന് മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാം വിട്ട് ചെന്ന സംഭവം ഗസാലി ഇമാം ചൊല്ലുന്നു. നിങ്ങൾ നോക്കൂ, ഷെയ്ത്താനക്ക് സന്താനം ഉണ്ടാ. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു അതിലിങ്ങനെ ചൊല്ലു നാനൂർക്ക് ഇങ്ങനെ തെച്ചോണ്ടിക്കുമ്പോഴത്തേക്കു നണ്ടിട്ടിಗೆ ഒരാൾ ಬಂತು ചൊന്നു കേടുത്ത് അഖ്ബിർനി ഹല്ലി ഇബ്ലീസ് സൗജ. അല്ല മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇബ്ലീസിന് പെഞ്ഞായി ഉണ്ടാ ചൊന്നു കേടുത്ത്. ഇബ്ലീസിന് പെഞ്ഞായി ഉണ്ടാണ്ട്. ಅಪ್ಪ ಮುಜಾಹಿದ್ ಅಲ್ಲಾಹ್ ಚೊಲ್ಲೆ ಆ ಮಂಗಿಲ್ತಿಗೆ ನಾನು ಇಲ್ಲ ಅಂತ ಆ ಕಾರಣത്തിൽ ನಕ್ಕದು ಗೊತ್ತಿಲ್ಲ ಅಂತ ಆ ಮಂಗಿಲ್ತಿಗೆ ನಾನು ಕೂಡಿಟ್ಲ ಅಂತ ಆ ಕಾರಣത്തിൽ ಇಬ್ಲೀಸ್ಗೆ ಬೆಂಜಾಯ ಉಂಟ ಜನ ನಕ್ಕೊಂತಿಲ್ಲ ಅಂತ ಅಪ್ಪ ಎಲ್ಗೆ എടുത്ത് ಬನ್ಯಾಲ್ಗೆ എടുത്ത് ಅಲ್ಲ ഖുർആൻ ചൊല്ലുറല്ലേ അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി ചൊന്നിട്ടു സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ചൊല്ലുറല്ലേ നന്റെയും നന്റെ സന്താനത്തെയും അഫതത്തഖിദൂനഹു ആ ശൈത്താന്റെയും ശൈത്താന്റെ സന്താനത്തെയും അള്ളാഹു വിട്ടിട്ട് നിങ്ങൾ സഹായിയാക്കടാറാ മിത്രു ആക്കടാറാ ചൊന്നിട്ടു അള്ളാഹു ഖുർആനിൽ ചൊന്നരല്ലേ. അപ്പൊ ആ കാരണത്തില് അവർക്ക് സന്താനം ഉണ്ട് ചൊന്നിട്ടല്ലേ അർത്ഥ. അപ്പൊ സന്താനിക്കൊന്നുണ്ടായെങ്കിൽ സന്താനിക്കൽ അങ്ങനെ അവർ പെഞ്ഞായിലൂടെ അല്ലേ സന്താനിക്കൊനായത്. അപ്പൊ ഖുർആനിൽ അങ്ങനെ ചൊന്നരല്ലേ ചൊന്നിട്ടു അതിലിട്ട് കേൾക്കുമ്പോഴത്തേക്കു അപ്പ മുജാഹിദ് റളിയല്ലാഹു അൻഹു ചൊന്നു സരി അവനക്ക് സന്താനം ഉണ്ട് ചൊന്നു. ഇബ്ലീസിന് എന്തിനുണ്ടോ സന്താനം ഉണ്ട്. അപ്പൊ എങ്ങനെ സന്താനമില്ലേ? ഇതേ മുജാഹിദ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഇബ്ലീസിന് സന്താനം എങ്ങനെ ചൊന്നുണ്ടെങ്കിൽ ഇബ്ലീസിനെ ഒരു തൊടല് ആനയുടെ ഗുഹ്യഭാഗമായിട്ട് ഇരിക്കണേ, വലത്തെ തൊടല് ഇടത്തെ തൊടല് പെണ്ണിയുടെ ഗുഹ്യഭാഗമായിട്ട് ഇരിക്കണേ. അങ്ങനെ ഈ ആന്റെ ഗുഹ്യഭാഗത്തെ മൂത്രപിത്ര ജാഗരെ പെണ്ണിയുടെ ഇടത്തെ തൊടല് പെണ്ണിയുടെ മൂത്രപിത്ര ജാഗയായിട്ടിക്കരെ
പരസ്പര ഓർക്കിങ്ങനെ ടച്ച് ആകുമ്പോഴത്തേക്കു ഇമാമിങ്ങനെ ചൊല്ലാറ് ഫയഖ്റുജു കുല്ല യൗമിൻ അസ്റു ബൈളാത്തിൻ 10 മുട്ട വയ്ക്കരാ ചൊന്നിട്ടായിട്ടിക്കറ് ഇമാമിങ്ങനെ ചൊല്ല്. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ചൊല്ല്. അർത്ഥമായിട്ടില്ല എന്തിനായിട്ട് ആണ് പിന്നെ ഭക്ത തൊടല് ആണ്ട് മൂത്രവിത്ര ജാഗയും എടുത്ത തൊടല് പെണ്ണ് മൂത്രവിത്ര ജാഗയായിട്ട് ഇക്കരെ. അങ്ങനെ ഭക്ത തൊടയുടെ എടുത്ത തൊടക്ക് ടച്ച് ആക്കിണ്ടായെങ്കിൽ പ്രതി നാളും അസർത്ത് ബൈളാത്ത് 10 മുട്ടായിട്ടിക്കറോ ബേക്കരേ ചൊന്നിട്ടായിട്ടിക്കറ് 10 മുട്ട. അങ്ങനെ യഖ്റുജു മിൻ കുല്ലി ബൈളത്തിൻ 70 ശൈത്വാന. ഓരോരോ മുട്ടയിൽ എത്ര 70 ശൈത്താന്മാരായിട്ടിക്കറ് പുറത്തു വണ്ടേണ്ട്. അപ്പൊ പ്രതി നാൾ എത്ര ശൈത്താന്മാർ പുറത്തു വണ്ടാറ്? ഒരു മുട്ടയില് 70 ശൈത്താന്മാരായിട്ടിക്കറ് പുറത്തു വണ്ട്. എന്നിട്ട് 70 ശൈത്താന്മാരും ശൈത്താന് പെണ്ണുമക്കവും ഇങ്ങനെ 70 ആൾമാർ പുറത്തു വണ്ടാറ് ചൊന്നിട്ടായിട്ടിക്കറ്. ഇമാമിങ്ങ ചൊല്ലാറ് അങ്ങനെ ഈ ശൈത്താന്മാർ എന്താക്കടാറ് പുറത്ത് വന്നിട്ട് കുഞ്ഞിയായിട്ട് അതിങ്ങനെ ഔട്ടിച്ച് പോണ്ടാറ്. എന്നിട്ട് മാത്രമല്ല ഈ ശൈത്താന്മാരെ അപ്പരട്ടിക ഒരു ശൈത്താന് കുഞ്ഞി ശൈത്താനുക്കുള്ള സ്ഥാന ആറ് കൊണ്ടുണ്ടാവും. ശൈത്താന്മാരിൽ പലയിടത്തെ സ്ഥാനമുള്ള ആൾമാരുള്ളാറ്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ആരെ വിശ്വാസാക്കടാണ് അവനുകായിട്ടിക്കർ അപ്പരമുട്ട ശൈത്താന്റെ അപ്പരമുട്ട വലിയ സ്ഥാന ചൊന്നിട്ടായിട്ടിക്കര് ഇമാമിങ്ങ ചൊല്ല്. ആരെ ഫിത്തനാക്കടെ? ഉദാഹരണം മാപ്പിള പിഞ്ഞായിമാരെ ദൂരാക്കടെ, അപ്പം മക്കളെ ദൂരാക്കടെ, ചങ്ങായിമാരെ ദൂരാക്കടെ. ഇതെല്ലാം ഇങ്ങനത്തെ സ്വരം ആറാക്കി പണ്ടാമ അവനുകായിട്ടിക്കര് ശൈത്താന്മാരെ കൂട്ടത്തില് ഏറ്റവും വലിയ സ്ഥാന ചൊന്നിട്ടായിട്ടിക്കര് ഇമാമിങ്ങ ചൊല്ല്. ഐക്യം വേണ്ടിട്ട് നബിതങ്ങ ചൊല്ലുന്നതിന് കൊണ്ടുണ്ടാ ലാ തക്കുൻ അവ്വല മൻ യദ്ഖുലു സൂഖ്. ആ കാരണത്തില് ഓ മുഅ്മിനീങ്ങളെ നിങ്ങ ടൗണുക്ക് പോണ്ട മാർക്കറ്റുക്ക് പോണ്ട ഫസ്റ്റ് ആൾ നിങ്ങ ആവത്തിരാ ചൊന്നിട്ടായിട്ടിക്കര് നബിതങ്ങ ചൊല്ല്. മാർക്കറ്റുക്ക് നൂളുടെ ഫസ്റ്റ് ആൾ നിങ്ങാവന് കുത്തിയറ ഒല ആഖിറ മൻ യഖ്റുജു മിൻഹാ. ആ മാർക്കറ്റിലെ പുറത്ത് വണ്ട ആളും ഫസ്റ്റ് ആളും നിങ്ങാവന് കുത്തിയറ ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെ. കാരണം എന്തേ? ഫബിഹാ ബാല ശൈത്വാനു ഫരിഖ്. ശൈത്താന്മാർ മുട്ട വയ്ക്കരെയും കുഞ്ഞാക്കരുതും എവിടായിട്ടിക്കര് മാർക്കറ്റിലായിട്ടിക്കര് ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ. ശൈത്താന്മാർ മുട്ട വയ്ക്കരെയും കുഞ്ഞാക്കര എവിടെ മാർക്കറ്റിലായിട്ടിക്കര്. ആ കാരണത്തിൽ നബി തങ്ങൾ ചൊന്നു നിങ്ങൾ ഫസ്റ്റ് പോണ്ടേ പള്ളിക്ക് പറയാണ്ട് ഡയറക്റ്റ് നിങ്ങൾ മാർക്കറ്റ് പോണ്ട ആൾമാർ നിങ്ങൾ അവനെ കുത്തിയിറ. അതേപോലെ മാർക്കറ്റ് ലാസ്റ്റ് വണ്ടേ ചൊല്ലേ ലാസ്റ്റ് വണ്ടേ അങ്ങനത്തെ ആൾമാരും നിങ്ങൾ അവന് കുത്തിയിറ ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ. കാരണം എന്താ ചൊന്നില്ലെങ്കിൽ മാർക്കറ്റിലായിട്ടിക്കര് ശൈത്താന്മാരെ കുഞ്ഞാവിടുതും മുട്ടാവിടുതും എല്ലാം മാർക്കറ്റിലായിട്ടിക്കര്. ആ കാരണത്തിൽ ആ ശൈത്താന്റെ ഒരു ഉപദ്രവത്തെ ഒരു അംശം എനിക്ക് കിട്ടിപ്പോകും ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ. സ്വഹാബത്തെ പോലും മാർക്കറ്റിൽ കൊണ്ടേക്ക് വന്നാലും മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ടായിട്ടിക്ക് മാർക്കറ്റിൽ കൊണ്ടേ ചൊന്നിട്ടായിട്ടിക്കര് ഇമാമിങ്ങളെ ചരിത്ര കിതാബില് രേഖപ്പെടുത്തി വയ്ക്കാറ്. അങ്ങനെ ശൈത്താന്മാരെ കൂട്ടത്തില് ഒരു ശൈത്താൻ ഇട്ടെന്നാണ് ചൊല്ലുന്നത്. ശൈത്താന്മാരെ കൂട്ടത്തില് ഇമാമിങ്ങ ചൊല്ലാറ് സലംപൂർ ചൊല്ലൊരു ശൈത്താനുള്ള സലംപൂർ ചൊല്ലു ശൈത്താന്റെ ഓന്റെ സ്വരം ഇവിടെ കൊണ്ടുവരണം. ഓയിക്കര ഇവിടെ കൊണ്ടുവരാ സ്വായിബുൽ അസ്വാഖ് മാർക്കറ്റിലിക്കര ശൈത്താനായിട്ടിക്കര സലംപൂർ പേരെല്ലാം നപ്പിച്ചു പിക്കോറും. ടൗണിന്റെ പേരല്ല, സലംപൂർ ചൊന്ന ഒരു ശൈത്താന്റെ സന്താനത്തെ പേര്. ഇങ്ങനെ മാർക്കറ്റിലായിട്ടിക്കരും. മാർക്കറ്റിൽ ഇങ്ങനെ സ്വറമേ മാർക്കറ്റിൽ എന്തിനേ സാധാരണ കണ്ടില്ലേ ഒരു ഹോട്ടലിൽ കൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കരേ 10 ഗ്ലാസ് പിത്തനായിട്ടിക്കരാക്കട ഇവിടെ. ഒരു ഗ്ലാസ് ചായ കുടിക്കരേ 10 ഗ്ലാസ് പിത്തനായിട്ടിക്കര ഇവിടെ നടക്കണേ. അല്ലണ്ടായെങ്കിലാ ഒരു ഗ്ലാസ് ചായ കുടിക്കരേ പിന്നെ ഒരു 100 അല്ലേ അവിടെ ഡിസിറ്റേ. ഇത് ആരെ സ്വരം ഒന്നുമില്ല, സലംപൂർക്കുള്ള ശൈത്താന്റെ സ്വരമായിട്ടിക്കരുത്. എന്തേ മാർക്കറ്റിലെ സ്വറ ഇതേ ആയിട്ടിക്കര ആൽമാരയിൽ പിത്തനാക്കടേ. അതേപോലെ ആൽമാരെ അപ്പറപ്പുറ കിട്ടുപാട്ടി ഇട്ടിട്ട് ഇത് ഈ സലംപൂർ ചൊല്ല ശൈത്താന്റെ സ്വരമായിട്ടിക്കര്. എന്നിട്ട് ഇമാമിക്ക് ചൊല്ലാറ് എന്നിട്ട് ഓന്റെ കയ്യിൽ ഒരു ഫ്ലാഗ് ഇക്കുറുള്ള ഒരു ഫ്ലാഗ് ഓനെന്താക്കണ ചൊല്ലുന്നെങ്കിൽ 6 ഫസ്റ്റ് അങ്ങടി ഓപ്പൺ ആക്കണാണ് അവിടെ പോയിട്ടായിട്ടിക്കർ ആ ഫ്ലാഗ് അവൻ കുത്തിരേ ചൊന്നിട്ടായിട്ടിക്കര് ഇമാമിക്ക് ചൊല്ല്. 6 ഫസ്റ്റ് അങ്ങാടി ഓപ്പൺ ആക്കണാണ് അവിടെ ആയിട്ടിക്കർ പോയിട്ട് അവിടെ ഈ ഫ്ലാഗ് അവൻ കുത്തിരേ ചൊന്നിട്ടായിട്ടിക്കര്. അപ്പൊ അങ്ങടി ഓപ്പൺ ആക്കുമ്പോഴത്തേക്കു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടു ലോക്ക് ഓപ്പൺ ആക്കിണ്ടായെങ്കില അപ്പൊ ശൈത്താന്റെ ഉപദ്രവം പോവും. ഇപ്പൊ ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ ഡയറക്റ്റ് പോയാൽ ഓപ്പൺ ആക്കിയ ഇതല്ലേ ഞങ്ങൾക്ക് ബന്നെ ഏറ്റവും ബർക്കത്തില്ലാണ്ടിക്കുള്ള കാരണം ഇതായിട്ടിക്കര്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നതിന് നീനവിടെ അങ്ങാടി നീ ഓപ്പൺ ആക്കുന്ന ടൈമിലും നീനെന്താക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് ഓപ്പൺ ആക്കുക. അപ്പൊ നീന് മാർക്കറ്റിൽ പോയിട്ട് ഫസ്റ്റ് അങ്ങാടി ഓപ്പൺ ആക്കണുണ്ടായെങ്കിലും നിനക്ക് പ്രോബ്ലം വേണ്ടില്ല. അതേ സന്ദർഭത്തിലാ മാർക്കറ്റിൽ നീ പോയ എന്നിട്ട് ഫസ്റ്റ് അങ്ങാടി നിന്റേതായിട്ടിക്കർ ഓപ്പൺ അവിടെ നീന് എന്താക്കടാ ചെന്നിട്ടുണ്ടെങ്കിൽ ബിസ്മി ചൊല്ലാണ്ട് നീ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ അങ്ങാട്ടിൽ അവിടെ വന്നിട്ടായിട്ടിരിക്കും. അവൻ എന്താക്കടേ അവന്റെ കൊറ്റ് വീക്കിലേക്ക് വന്നിട്ടു ഇമാമിങ് അവിടെ പട്ടാണ്.
നിന്റെ അങ്ങാടിയുടെ ആയിട്ടിക്കു ഫസ്റ്റ് കൗണ്ട് എന്താക്കട്ടെ കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമല്ല ഇമാമിങ് ചൊല്ലാറ് എന്നിട്ട് മാത്രമല്ല ഈ അങ്ങാടി ലാസ്റ്റ് കാർ ബന്ധാക്കി വേണ്ടേ അവന്റെ അങ്ങാടിയോടെ ഒരു കൊടി അവൻ വെച്ചിട്ട് കൂരുന്നിട്ടായിട്ടിക്കറ് யாரு சலம்பூர் சொல்லிட்டு சைத்தாண்டே சொராயிட்டிக்கிறது ലാസ്റ്റ് ബന്ധാക്കി വന്നവൻ. അപ്പൊ ലാസ്റ്റ് ബന്ധാക്കിട്ട് വന്നവനായെങ്കിലും സമ അവന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് ബന്ധാക്കിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താന്റെ ഉപദ്രവം അവനിക്കല അവന്റെ അങ്ങാട്ടവിടെ അവന്റെ ഫ്ലാഗ് അവന് പിന്നെ വെയ്ക്കല ചെന്നിട്ടായിട്ടിക്കറ്. ഇമാമിങ്ങളുടെ കിതാബിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ ചൊല്ലിയ ഗ്രന്ഥത്തിൽ ഇതെല്ലാം സംഭവം രേഖപ്പെടുത്തി വെക്കറ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഒരുപാട് ശൈത്താന്മാരെ എന്തെല്ലാം വിശ്വാസമായിട്ടിക്കരുള്ളേ അത് ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചൊമ്മ വിഷയം ഞങ്ങൾ അർത്ഥാക്കൊണ്ടു. എത്ര ആൾമാരെ എത്ര അമ്പ്യാക്കന്മാരെ പോലും ശൈത്താനും വിശ്വാസാക്കൊണ്ടു നോക്കിയറാ ഞങ്ങളെ എങ്ങനെല്ലാം അവന് ഉരുട്ടണക്ക് നോക്കേണ്ടുള്ള. ഇൻഷാ അല്ലാഹ് അതിനാണ് നെക്സ്റ്റ് ക്ലാസ് ചൊല്ലാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളെ കൊടുത്ത് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുടെ പലക്ക പോലെ നടക്കണക്കും ശൈത്താന്മാരെ ധിക്കാരായിട്ട് നടക്കണക്കും അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.